ഹരി ഓം. ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാര ലീലകൾ ഓരോന്നും അത്ഭുതാവഹമാണ്, ആനന്ദപ്രദവുമാണ്. അതുകൊണ്ട് തന്നെ അവയുടെ യുക്തി എന്താണ് എന്ന് നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. അതാണ് അത്ഭുതം എന്ന് പറയുന്നത്. ആനന്ദപ്രദമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് എത്ര ആവർത്തി കേട്ടാലും നമുക്കതിൽ വിരസത തോന്നുക എന്നുള്ളതില്ല. ഭഗവാന്റെ ലീലകളുടെ ഒരു പ്രത്യേകത അതാണ്. അപ്പോൾ ഭഗവാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ തരത്തിൽ ചെയ്തത്, അതിൻ്റെ ലക്ഷ്യം എന്താണ് എന്നൊന്നും നമുക്ക് അറിയാൻ സാധ്യമല്ല. അങ്ങനെയുള്ള ആ ഭഗവാന്റെ അവതാര ലീലകൾ വീണ്ടും വീണ്ടും കേൾക്കണമെന്ന് ശൗനകാദി ഋഷിമാർ സൂതപൗരാണികനോട് പറയുന്നതായിട്ട് ഭാഗവതത്തിൽ നമുക്ക് കേൾക്കാം. വയം ന വിതൃപ്യാമ ഉത്തമശ്ലോക വിക്രമേ യൽ ശൃണ്വതം രസജ്ഞാനാം സ്വാദു സ്വാദു പദേ പദേ. ഞങ്ങൾക്ക് ഭഗവാന്റെ ലീലകൾ കേട്ടിട്ടും മതിയാകുന്നില്ല. കാരണം ആ ആനന്ദരസം അനുഭവിക്കാൻ കഴിവുള്ളവർക്ക് അത് വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ ഓരോ പദവും കൂടുതൽ കൂടുതൽ ആസ്വാദ്യകരമാണ് എന്നാണ് ശൗനകാദി ഋഷിമാരുടെ ഒരു അഭിപ്രായം. ഒരു ഭക്തൻ്റെ നിരീക്ഷണത്തിൽ ചേലക്കള്ളൻ ചിലപ്പോൾ ചില സമയമൊടുങ്ങാതരക്കെട്ട് ചുറ്റാൻ നീളത്തിൽ പട്ടു നൽകുന്നവൻ ഇടയരുടെ ഇടയ്ക്കെപ്പോഴും രാജരാജൻ ലീലാലോലൻ ചിലപ്പോൾ അഖില സമയവും നിർഗുണബ്രഹ്മം എന്നെപ്പോലുള്ളോരെന്തറിഞ്ഞു പുരഹര വിധിമാർ പോലും ഓരാത്ത തത്വം. ഭഗവാൻ ചില സമയത്ത് ഗോപസ്ത്രീകളുടെ വസ്ത്രം മോഷ്ടിക്കും. വേറെ ചില സമയത്ത് ആവശ്യമുള്ളവർക്ക് വസ്ത്രം അവസാനിക്കാത്ത തരത്തിൽ അങ്ങനെ പ്രദാനം ചെയ്യുന്നർത്ഥം. ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപ സമയത്ത് ഭഗവാൻ ആ വസ്ത്രം കൊടുത്തതിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഗോപികമാരുടെ വസ്ത്രം അപഹരിച്ചത് എപ്പോഴാണ്? അവർ കാത്യായനി വ്രതം അനുഷ്ഠിക്കുന്ന സന്ദർഭത്തിൽ അവർ ആ യമുനാ നദിയിൽ സ്നാനം ചെയ്യുമ്പോഴാണ് ഭഗവാൻ വസ്ത്രങ്ങൾ അപഹരിച്ചെടുത്തുകൊണ്ട് പോയത്. പിന്നെ ലീലാലോലൻ ചിലപ്പോൾ ഗോപക്കുട്ടികളുമായിട്ടും ഗോപകുമാരിമാരുമായിട്ടും പലതരത്തിലുള്ള ലീലകളാടും. അവരെ എല്ലാവരെയും ആനന്ദിപ്പിക്കുന്ന തരത്തിൽ ലീലകളിൽ മുഴുകും. ഇതൊക്കെയാണെങ്കിലും അഖില സമയവും നിർഗുണബ്രഹ്മം. എല്ലാ ലീലകൾ ആടുമ്പോഴും ഭഗവാൻ ആ നിർഗുണബ്രഹ്മം തന്നെയായിട്ട് വർത്തിക്കുന്നു എന്നർത്ഥം. എന്നെപ്പോലുള്ളോരെന്തറിഞ്ഞു. എന്നെപ്പോലെയുള്ള സാധാരണ ജനങ്ങൾക്ക് എങ്ങനെയാണ് ഈ തത്വം അറിയാൻ സാധിക്കുന്നത്? കാരണം ആ തത്വം എന്ന് പറയുന്നത് പുരഹര വിധിമാർ പോലും ഓരാത്തതാണെന്നർത്ഥം. ആ ശ്രീമഹാദേവനോ ബ്രഹ്മാവിന് പോലുമോ അറിയാൻ സാധിക്കാത്തുള്ള തത്വം എന്നെപ്പോലെയുള്ള മനുഷ്യർ എങ്ങനെയാണ് അറിയുന്നതെന്നാണ്. അപ്പോൾ ഭഗവാന്റെ ലീലകളെപ്പറ്റി വാസിഷ്ഠത്തിൽ പറയും, ബഹിപ്പിച്ചാഗ്രതരള അന്തർമേരിവസ്ഥിത. പുറമേ ആ മയിൽപ്പീലിയുടെ നാമ്പുകൾ കാറ്റിലാടുന്നത് പോലെ വളരെ ചടുലമായിട്ടുള്ള കർമ്മപ്രവൃത്തികളിൽ ഏർപ്പെടും. അതേസമയം സദാസമയവും താൻ ബ്രഹ്മമാണ് എന്നുള്ള ആ പരമാത്മാവാണ് എന്നുള്ള ഉറപ്പ്, മേരുപർവ്വതത്തിൻ്റെ ഉറപ്പ് ഉള്ളിലുണ്ട് എന്നാണ്. അതാണ് ഭഗവാന്റെ ലീലകളുടെ പ്രത്യേകത. ആ ഭഗവാന്റെ ലീലകളെപ്പറ്റി വർണ്ണിക്കുമ്പോൾ ബാലലീലകളിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ളത് മോഷണലീലയാണല്ലോ. വ്രജേ വസന്തം നവനീതചോരം വ്രജാംഗനാനാന്തു ദുകൂലചോരം അനേകജന്മാർജിത പാപചോരം ചോരാഗ്രഗണ്യം ശരണം വ്രജേമാം. വ്രജേ വസന്തം നവനീതചോരം. ആ ഗോകുലത്തിൽ വസിക്കുമ്പോൾ ഭഗവാൻ ആ ഗോപകുമാരിമാരുടെ ഗൃഹങ്ങളിൽ ചെന്ന് വെണ്ണ മോഷ്ടിക്കും. വെണ്ണ തരട്ടെ കണ്ണാ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട എന്ന് പറയുകയും ആ ഗോപസ്ത്രീകൾ ഗൃഹത്തിൽ ഇല്ലാത്ത സമയത്ത് അത് കവർന്നെടുക്കുകയും ചെയ്യും. ഇതാണ് ഭഗവാന്റെ ഒരു ലീലയുടെ പ്രത്യേകത. വ്രജേ വസന്തം നവനീതചോരം വ്രജാംഗനാനാന്തു ദുകൂലചോരം. ആ ഗോപകുമാരിമാരുടെ ഗോപസ്ത്രീകളുടെ വസ്ത്രം മോഷ്ടിച്ചു. അതെപ്പോഴാണ്? ആ കാത്യായനി വ്രതം അനുഷ്ഠിക്കാനായിട്ട് യമുനാ നദിയിൽ ഇറങ്ങി സ്നാനം ചെയ്യുന്ന ഗോപകുമാരിമാർ. അവരെങ്ങനെയാണ് കാത്യായനി വ്രതം അനുഷ്ഠിക്കാൻ കാരണമായതും അതും നമുക്ക് നോക്കിയാൽ അറിയാം. അതിനു മുമ്പുള്ള ഒരു സംഭവം ഭാഗവതത്തിൽ പറയുന്നത്, ഭഗവാൻ ആ വൃന്ദാവനത്തിൽ നിന്നുകൊണ്ട് വേണുഗാനം ആലപിച്ചപ്പോൾ ഗോപസ്ത്രീകളെല്ലാവരും ആകൃഷ്ടരായി.
ആ വേണുഗാനം കേട്ട് എല്ലാവരുമായിട്ട് ഭഗവാന്റെ സമീപത്തേക്ക് ഓടിച്ചെന്നു. അങ്ങനെ ഭഗവാനെ അവർ മനസ്സാ വരിച്ചു എന്നർത്ഥം. അപ്പോൾ ഭഗവാനെ ഭർത്താവായിട്ട് ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ആ ഭദ്രകാളി ദേവിയെ ആരാധിക്കുന്നതാണ് കാത്യായനി വ്രതം. ആ കാത്യായനി വ്രതം അനുഷ്ഠിക്കുന്ന സന്ദർഭത്തിലാണ് ഭഗവാൻ അവരുടെ വസ്ത്രങ്ങൾ മോഷ്ടിച്ചത് എന്നർത്ഥം. അതുപോലെ പിന്നീട് വ്രജേ വസന്തം നവനീതചോരം വ്രജാംഗനാനാന്തു ദുകൂലചോരം അനേക ജന്മാർജിതവാപചോരം. ഈ മോഷണത്തിലൂടെയെല്ലാം അനേക ജന്മങ്ങളായിട്ട് ആർജിച്ചിട്ടുള്ള പാപവാസനകളെ ഭഗവാൻ അപഹരിച്ചെടുക്കുകയാണ് ചെയ്തത്. അതാണ് ഭഗവാനെ ചോരാഗ്രഗണ്യൻ എന്ന് പറയുന്നത്. മോഷണലീലയിൽ ഏറ്റവും അഗ്രഗണ്യനാണ് ഭഗവാൻ എന്നർത്ഥം. അപ്പോൾ ഈ മോഷണലീല എന്തിനു വേണ്ടിയിട്ടാണ് എന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധ്യമല്ല. അത് ഭഗവാൻ ഭക്തരെ അനുഗ്രഹിക്കാൻ വേണ്ടി ചെയ്തതാണെന്നർത്ഥം. അത് ഒരിക്കൽ ശ്രീനാരദ മഹർഷി ലോകത്തെല്ലായിടവും ഏത് സമയത്തും കടന്നു ചെല്ലാൻ അതിനുള്ള അർഹതയുള്ളയാളാണ് ശ്രീനാരദ മഹർഷി. ഒരിക്കൽ നാരദൻ വൈകുണ്ഠത്തിൽ ചെന്നപ്പോൾ വൈകുണ്ഠമൂർത്തിയോട് വിഷ്ണു ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, അങ്ങയുടെ എല്ലാ അവതാര ലീലകളും ഞാൻ കണ്ടിട്ടുണ്ട്. ഏറ്റവും ആനന്ദപ്രദമാണ്, അതിലേറ്റവും വിശിഷ്ടമാണ് ശ്രീകൃഷ്ണാവതാര ലീലകളൊക്കെ. പക്ഷെ അതിലെനിക്കൊരു പരാതി മാത്രമേ ഉള്ളൂ. വിഷ്ണു ഭഗവാൻ ചോദിച്ചു, എന്താ നാരദരെ? അല്ല, അങ്ങ് ആ ബാലലീലകളിൽ ചെയ്ത ഏറ്റവും പ്രധാനമായ കാര്യം മോഷണമാണല്ലോ. ഈ മോഷണം ചെയ്തത് തന്നെ ആ പാവപ്പെട്ട ഗോപസ്ത്രീകളുടെ ഗൃഹങ്ങളിൽ അവർ വളരെ ദിവ്യമായിട്ട് സൂക്ഷിച്ചു വച്ചിരുന്നതായിട്ടുള്ള വെണ്ണ. കുറച്ച് വെണ്ണ തരട്ടെ കൃഷ്ണ എന്ന് പറയുമ്പോൾ വേണ്ടെന്ന് പറയുകയും അവരറിയാതെ അതിനെ അപഹരിച്ചെടുക്കുകയും ചെയ്തില്ലേ? അവർക്ക് വിശിഷ്ടമായ മറ്റ് വസ്തുക്കളൊന്നുമില്ല, വലിയ വില പിടിച്ച രത്നങ്ങളോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അവർക്കില്ല. അപ്പോൾ ഈ വെണ്ണ മാത്രമാണ് അവർ ദിവ്യമായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. അതിനെ അങ്ങ് അപഹരിച്ചെടുത്തല്ലോ ഭഗവാനെ, അത് മോശമായിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോൾ വിഷ്ണു ഭഗവാൻ പറഞ്ഞു, നാരദരെ, അങ്ങേക്ക് എൻ്റെ ആ ലീലയുടെ തത്വം അറിയാത്തത് കൊണ്ടാണ് ഈ തരത്തിൽ അഭിപ്രായപ്പെട്ടത്. യഥാർത്ഥത്തിൽ ഞാൻ ആ നവനീതം പുതുവെണ്ണ മോഷ്ടിച്ചതിലൂടെ അവരുടെ ഹൃദയത്തെയാണ് അപഹരിച്ചെടുത്തത് എന്നർത്ഥം. അപ്പോൾ നാരദ മഹർഷി ചോദിച്ചു, അതെങ്ങനെയാണ് ഭഗവാനെ? അതിൻ്റെ യുക്തി എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഭഗവാൻ നാരദരോട് ചോദിച്ചു, നാരദരെ, ഈ ലോകത്ത് ഏറ്റവും മൃദുവായ വസ്തു എന്താണ്? മൃദുവായ വസ്തു എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും എളുപ്പത്തിൽ ആർദ്രീകരിക്കും. ആ ആർദ്രീകരണം, ആർദ്രമാകുന്ന സ്വഭാവമാണ് മൃദുത്വത്തിൻ്റെ ലക്ഷണം. ഏറ്റവും മൃദുവായ വസ്തു എന്താണ് എന്ന് ചോദിച്ചപ്പോൾ നാരദൻ പറഞ്ഞു, അത് സംശയമില്ല, പുതുവെണ്ണ തന്നെയാണ്. കാരണം വെണ്ണ ഒരിടത്ത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉരുകും, പുതുവെണ്ണ പെട്ടെന്ന് ആർദ്രമാകും. അതുകൊണ്ട് പുതുവെണ്ണ തന്നെയാണ് ഏറ്റവും മൃദുവായ വസ്തു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അത് സംസ്കൃതത്തിലാണ് അവർ തമ്മിലുള്ള സംഭാഷണം. മൃദുലം കിമു വസ്തു ഹേ സഖേ, ഭഗവാൻ ചോദിക്കുന്നതാണ്. അപ്പോൾ നാരദൻ പറഞ്ഞു, നവനീതം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അല്ല, നവനീതമല്ല. അതെന്തുകൊണ്ടാണ്? കസ്മാത്, നാരദൻ്റെ ചോദ്യം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നവനീതം ദ്രവതേ സ്വതാപനാത്. നവനീതം അതിൽ ചൂട് അടിച്ചാൽ ഉരുകും എന്നുള്ളത് സത്യമാണ്. പക്ഷേ പരതാപദ്രവതേ സതാഞ്ചഹൃത്, ആ സജ്ജനങ്ങളുടെ ഹൃദയം, അതായത് ഭക്തരുടെ ഹൃദയം മറ്റുള്ളവർക്ക് താപമേറ്റാലും ഉരുകും. താപം എന്നുള്ള വാക്കിൻ്റെ രണ്ടർത്ഥം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇതാണ് ആ ഭക്തരുടെ ഹൃദയം. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തരെന്ന് പറയുന്നത് ഗോപികമാരാണ്, ഗോപസ്ത്രീകളാണ്. യഥാ വ്രജഗോപികാനാമെന്ന് നാരദ മഹർഷി പറഞ്ഞിട്ടുമുണ്ട് ഭക്തിയുടെ ഏറ്റവും അത്യുത്കൃഷ്ടമായ ദൃഷ്ടാന്തമായിട്ട്. അപ്പോൾ ഏറ്റവും എനിക്ക് പ്രിയപ്പെട്ട ഭക്തകളുടെ ഹൃദയമെന്ന് പറയുന്നത് നവനീതത്തെക്കാൾ ആർദ്രതയുള്ളതാണ്. ആർദ്രതയാണ് ഭക്തിയുടെ പ്രധാന ലക്ഷണം. അതുകൊണ്ടാണ് ഞാൻ ആ പുതുവെണ്ണ കവർന്നതിലൂടെ അവരുടെ ഹൃദയത്തെ അപഹരിച്ചെടുത്തത്. ആ ഹൃദയത്തെ അപഹരിച്ചെടുത്തത് എന്തിനാണ് എന്നാണെങ്കിൽ അവരെ സംശുദ്ധകളാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് നാരായണീയത്തിൽ മേൽപ്പത്തൂർ തന്നെ പറയുന്നില്ലേ, ഭഗവാനോട് നേരിട്ട് തപദതി കൃതമോഷേ ഘോഷയോഷാജനാനം അപജത ഹൃതിരോഷോ നാവകാശം ന ശോകാം ഹൃദയമഭിമുഷിത്വ ഹർഷസിന്ധൗന്യഥാസ്ത്വം
സമമ ശമയരോഗാൻ വാതഗേഹാതിനാഥ. ഭഗവാനെ ഗുരുവായൂരപ്പ, അങ്ങ് ആ വെണ്ണയും പാലും തൈരുമൊക്കെ മോഷ്ടിച്ചത് കൊണ്ട് ആ ഗോപസ്ത്രീകൾക്ക് അല്പം പോലും അവകാശം രോഷ, അവരുടെ ഉള്ളിൽ രോഷവും ഉണ്ടായില്ല, ശോകവും ഉണ്ടായില്ല. തപദതികൃതമോഷേ ഘോഷയോഷാജനാനം അഭജത് ഹൃദിരോഷോ നാവകാശം ന ശോക. ഹൃദയമഭിമുഷിത്വ, ആ വെണ്ണ മോഷ്ടിച്ചതിലൂടെ അങ്ങ് അവരുടെ ഹൃദയത്തെയാണ് കവർന്നെടുത്തത്. അങ്ങനെ ഹൃദയത്തെ കവർന്നെടുത്തിട്ട് എന്തു ചെയ്തു? ഹൃദയമഭിമുഷിത്വ ഹർഷസിന്ധൗന്യഥാസ്വം, ആനന്ദസമുദ്രത്തിൽ നിമജ്ജനം ചെയ്തു ആ ഹൃദയങ്ങളെ. ആനന്ദസമുദ്രത്തിൽ നിമജ്ജനം ചെയ്തിട്ട് തിരികെ കൊടുത്തുകൊണ്ട് അവരുടെ ഹൃദയത്തിൽ പിന്നീട് രോഷമോ ശോകമോ ഉണ്ടാകുന്നില്ല എന്നർത്ഥം. ഹൃദയം എപ്പോഴാണ്? ഹൃദയത്തിൽ രാഗദ്വേഷങ്ങൾ ഉള്ളപ്പോഴാണ് ഹൃദയം മലിനമായിരിക്കുന്നത്. ഹൃദയത്തിൻ്റെ ശുദ്ധി എന്ന് പറയുന്നത് രാഗദ്വേഷ വിമുക്തമാകുമ്പോഴാണ്. അപ്പോൾ അവരുടെ ഹൃദയത്തെ ആ തരത്തിൽ രാഗദ്വേഷ വിമുക്തമാക്കി അവരുടെ ഭക്തിയെ കൂടുതൽ ദൃഢപ്പെടുത്തുകയാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ടാണ് അവർക്ക് രോഷമോ ശോകമോ ഉണ്ടാകാത്തത്. ആ ലീലകളിൽ പറയുന്നുണ്ടല്ലോ, അവർ ആ യശോദാമാതാവിൻ്റെ അടുത്ത് നിന്ന് ചില പരാതികൾ പറയാനായിട്ട് ഗോപസ്ത്രീകൾ വരുന്നതായിട്ട് രംഗം ഭാഗവതത്തിലുണ്ട്. അവർ വന്നിട്ട് പറഞ്ഞു, ഭഗവാനെ, അമ്മേ, ഈ കണ്ണൻ അവിടെ വന്ന് കൂട്ടുകാരോടൊത്ത് വന്ന് വെണ്ണയും പാലും ഒക്കെ മോഷ്ടിച്ചെടുക്കും, പാത്രം അടയ്ക്കും എന്നൊക്കെ പരാതി പറഞ്ഞതിന് ശേഷം തിരികെ പോകുമ്പോൾ അവർ വീണ്ടും അവിടെ നിന്ന് യശോദാമാതാവിൻ്റെ പുറകിൽ നിൽക്കുന്ന കൃഷ്ണനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, കൃഷ്ണ, ഇനിയും വരേണമേ, ഇനിയും ഞങ്ങളുടെ ഗൃഹത്തിൽ വന്ന് വെണ്ണയും പാലും മോഷ്ടിക്കണമേ എന്നാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവർ അതിൽ ആനന്ദിക്കുകയാണ് ചെയ്തതെന്നർത്ഥം. ഹൃദയത്തിൽ എപ്പോഴാണോ രാഗദ്വേഷങ്ങൾ പരിപൂർണമായിട്ടും ഇല്ലാതെയാകുന്നത്, അപ്പോൾ നമുക്ക് ആ ഭക്തിയുടെ പരമാനന്ദം അനുഭവിക്കാൻ സാധിക്കും. ഇതാണ് തത്വം എന്ന് നാരദരോട് വിഷ്ണു ഭഗവാൻ ബോധ്യപ്പെടുത്തിയെന്നാണ്. അതാണ് വ്രജേ വസന്തം നവനീതചോരം വ്രജാംഗനാനാന്തു ദുകൂലചോരം. ആ വസ്ത്രം മോഷ്ടിച്ചപ്പോഴാണ്? അവർ കാത്യായനി വ്രതം അനുഷ്ഠിക്കുമ്പോഴാണ്. കാത്യായനി വ്രതം അനുഷ്ഠിക്കാനായിട്ട് യമുനാ നദിയിൽ സ്നാനം ചെയ്യുമ്പോൾ അവർ നദിയിൽ മുങ്ങിക്കിടക്കുമ്പോഴാണ് ഭഗവാൻ വസ്ത്രം അപഹരിച്ചത്. ആ വസ്ത്രാപഹരണത്തിലൂടെ ഭഗവാൻ അവരുടെ ശരീരാഭിമാനത്തെ നശിപ്പിക്കുകയാണ് ചെയ്തതെന്നർത്ഥം. വസ്ത്രാപഹരണ ലീല എന്ന് പറയുന്നത് ആവരണഭംഗ ലീല എന്നാണ് പറയുന്നത്. കാരണം ഭഗവാൻ വേണുഗാന ആലാപനത്തിലൂടെ അവരെ ആകർഷിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ഓരോരുത്തർക്കും ഈ ശ്രീകൃഷ്ണൻ തന്നെ ഭർത്താവായിട്ട് ലഭിക്കണമേ എന്ന ആഗ്രഹം ഉദിച്ചില്ലേ? കാത്യായനി മഹാമായേ മഹായോഗിന്നധീശ്വരി നന്ദഗോവസുതം മേ പതിം മേ കുരു തേ നമ എന്നാണ് അവർ പ്രാർത്ഥിക്കുന്നത്. ഓരോ ഗോപികയും അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആഗ്രഹത്തോടു കൂടി കാത്യായനി വ്രതം അനുഷ്ഠിക്കുന്ന അവരെ സംശുദ്ധകളാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അവരെ ശരീരാഭിമാനത്തിൽ നിന്ന് വിമുക്തമാക്കി ശുദ്ധമാക്കിയാൽ മാത്രമേ അവരെ ഭഗവാന് ആ ബ്രഹ്മാനന്ദ രസത്തിൽ അവരെ സൂചിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് പിന്നീട് വരുന്ന രാസലീലയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഈ വസ്ത്രാപഹരണ ലീല എന്നർത്ഥം. അതുകൊണ്ടാണ് ഭഗവാൻ അവരുടെ എല്ലാം വസ്ത്രം അപഹരിച്ചതിന് ശേഷം അവരോട് ആ ശരീര വിവസ്ത്രകളായിട്ട് നദിയിലിറങ്ങിയതോ വലിയ അപരാധം. വിവസ്ത്രകളായിട്ട് നിങ്ങൾ കരയ്ക്ക് കയറി വന്ന് ഓരോരുത്തരും അവരുടെ വസ്ത്രം എടുത്തോളൂ, ആ ജലദേവതയോട് പ്രാർത്ഥിച്ചോളൂ എന്നൊക്കെ ഭഗവാൻ അവിടെ ഉപദേശിക്കുന്നു. അങ്ങനെ അവർ ശരീരാഭിമാനം വെടിഞ്ഞ് രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള ഒരു രംഗം ഭാഗവതത്തിൽ കാണാം. അത് എന്തുകൊണ്ടാണ്? അവർക്ക് ആ ശരീരാഭിമാനം ഇല്ലാതെയായി എന്നർത്ഥം. നമ്മുടെയൊക്കെ കാര്യം നോക്കിയാലും അത് ഓരോരുത്തരും ഓരോ തരത്തിലുള്ള വസ്ത്രങ്ങൾ, വിശേഷ വസ്ത്രങ്ങൾ, വില കൂടിയ വസ്ത്രങ്ങൾ, കൂടുതൽ അലങ്കാരത്തോടു കൂടിയുള്ളത് അണിയുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അവരവരുടെ അഭിമാനത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വിശേഷ അവസരങ്ങളിൽ പ്രത്യേക വസ്ത്രം. അപ്പോൾ ഈ ശരീരാഭിമാനം ഉള്ളിടത്തോളം കാലം ഭഗവാനെ നമുക്ക് അനുഭവിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഈ ഗോപികമാരെ ഭഗവാൻ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ വസ്ത്രാപഹരണ ലീല നടത്തിയത് എന്നർത്ഥം. അത് ആ സന്ദർഭത്തിൽ തന്നെ ഭഗവാൻ അവർക്ക് വസ്ത്രമൊക്കെ തിരിച്ചു കൊടുത്തതിന് ശേഷം പറയുന്നുണ്ട്, നമയ്യാവേശിതധിയ കാമകാമായ കൽപ്പതേ ഭർജിത കൊതിതാധാന പ്രായോ ബീജായ നേക്ഷ്യതേ. എന്നിൽ അർപ്പിച്ച ഹൃദയം, ആരുടെ മനസ്സാണോ എന്നിൽ പരിപൂർണമായിട്ടും അർപ്പിച്ചത്, ആ മനസ്സിൽ പിന്നീട്
രാഗദ്വേഷങ്ങൾ ഉണ്ടാവുകയില്ല, കാമനകൾ ഉണ്ടാവുകയില്ല എന്നാണ്. ന മയ്യ ആവേശിതധിയ കാമകാമായ കൽപ്പതേ. അങ്ങനെയുള്ള ഹൃദയം, എന്നിൽ അർപ്പിച്ചതായിട്ടുള്ള ഹൃദയം എങ്ങനെയായിത്തീരും? ഭർജിത കുതിതാധാന, വറുത്ത വിത്ത് പോലെയും തിളപ്പിച്ച വിത്ത് പോലെയും. പിന്നീട് ആ ധാന്യത്തിനകത്ത് അങ്കുരങ്ങൾ, പുതിയ ചെടി ഉണ്ടാകാനുള്ള അങ്കുരമില്ലാതെ ആകുന്നത് പോലെ, വറുത്ത വിത്ത് പോലെയും തിളപ്പിച്ച വിത്ത് പോലെയും അതിനെ സംശുദ്ധമാക്കുകയാണ് ഞാൻ ചെയ്തത്. അത് അവരോട് ഉപദേശിച്ചാണ് ഭഗവാൻ അവർക്ക് വസ്ത്രം കൊടുത്ത് തിരിച്ചു കൊടുത്ത് അവരെ തിരികെ അയച്ചത്. ഇതാണ് ആ മോഷണലീലയുടെ തത്വം. പ്രജേ വസന്തം നവനീതചോരം പ്രജാംഗനാനാന്തു ദുകൂലചോരം അനേക ജന്മാർജിത പാപചോരം. നമ്മുടെ ഉള്ളിലുള്ള പാപമെന്ന് പറയുന്നത് വിഷയാസക്തിയാണ്. വിഷയങ്ങളോടുള്ള ആസക്തി നമ്മളെ പതിപ്പിക്കുന്നതാണ്, പതനത്തിലേക്ക് നയിക്കുന്നതാണ് എന്നതുകൊണ്ടാണ് അതിനെ പാപവാസനയായിട്ട് പറയുന്നത്. അപ്പോൾ ഭഗവാൻ ഈ മോഷണ ലീലയിലൂടെ പാപവാസനകളെ നശിപ്പിച്ച്, അനേക ജന്മങ്ങളായിട്ട് മനുഷ്യനെ ആർജിച്ചിട്ടുള്ള പാപവാസനകളെ മുഴുവൻ നശിപ്പിക്കുകയാണ് ചെയ്തത്, മോഷ്ടിച്ചെടുക്കുകയാണ് ചെയ്തത് എന്നർത്ഥം. അപ്പോൾ ഇതാണ് ഭഗവാന്റെ മോഷണ ലീലയുടെ രഹസ്യം എന്നർത്ഥം. അതുപോലെ തന്നെ ഭഗവാൻ ഭക്തരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ സ്വന്തമാണെന്ന് കരുതുന്ന വസ്തുക്കളെല്ലാം അപഹരിച്ചെടുക്കും. ആ അപഹരിക്കുന്നതിലൂടെ അവരുടെ ഉള്ളിൽ ഉള്ള മമതാബോധത്തെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അഹം മമേതി അസദ്ഭാവം ത്യജ എന്ന് ഭാഗവതൻ പിന്നീടൊരിക്കൽ ഭഗവാൻ ഉദ്ധവർക്ക് ഉപദേശിക്കുന്നതായിട്ട് കാണാം. അഹം എന്നും മമ എന്നുള്ള രണ്ട് ഭാവങ്ങളും അസത്താണ്, ഇല്ലാത്തതാണ്, മിഥ്യയാണ് എന്നർത്ഥം. ഞാൻ എന്നുള്ള ഭാവം നമുക്ക് എപ്പോഴാണോ നമ്മുടെ വ്യക്തിപരമായ അഹന്തയായിട്ട് വരുന്നത്, അത് മിഥ്യാഭാവമാണ്. ആ മിഥ്യാഭാവത്തിൽ നിന്നാണ് പല വസ്തുക്കളോടും പല വ്യക്തികളോടും എൻ്റേത് എന്നുള്ള ഭാവം ഉണ്ടാകുന്നത്. ഇത് രണ്ടും ത്യജിച്ചാൽ മാത്രമേ ഒരാൾ സംശുദ്ധനാകുകയുള്ളൂ, ഉത്തമ ഭക്തനാകുകയുള്ളൂ എന്നർത്ഥം. ഇത് ഭഗവാൻ ആ വാമനാവതാര സന്ദർഭത്തിൽ മഹാബലി 3 അടി മണ്ണ് കൊടുക്കാമെന്ന് പറഞ്ഞു, കൊടുക്കുകയും ചെയ്തു. 2 അടി മണ്ണ് കൊണ്ട് ഭഗവാൻ, 2 ചുവട് കൊണ്ട് ഭഗവാൻ ഭൂമിയും മറ്റ് 14 ലോകങ്ങളും അളന്നെടുത്തു. 3-ാമത്തെ അടി ആ മഹാബലിയുടെ ശിരസിൽ വച്ച്, 3-ാമത് തരാമെന്ന് പറഞ്ഞ അത് ഞാൻ സ്വീകരിച്ചതായിട്ട് അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് അനുഗ്രഹിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ടും സത്യലംഘനം നടത്തിയെന്ന് പറഞ്ഞ് മഹാബലിയെ വരുണപാശം കൊണ്ട് ബന്ധിച്ചു. വരുണപാശം കൊണ്ട് ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന സന്ദർഭത്തിൽ ബ്രഹ്മാവ് അവിടെ വന്ന് ഭഗവാനോട് ഒരു പരാതി പറയുന്ന സന്ദർഭമുണ്ട്. ബ്രഹ്മാവ് പറഞ്ഞു, ഭഗവാനെ, ഈ ചക്രവർത്തി എല്ലാം തരാമെന്ന് പറഞ്ഞു, എല്ലാം തരികയും ചെയ്തു, എന്നിട്ടും എന്തിനാണ് ഈ വരുണപാശം കൊണ്ട് ബന്ധിക്കുന്നത്? ഈ ശിക്ഷ ചെയ്യുന്നത് ന്യായമാണോ എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ ബ്രഹ്മാവിനോട് ഒരു വിശദീകരണം പറയുന്നുണ്ട്. ബ്രഹ്മൻ യം അനുഗൃഹാമി തദ്വിശോ വിധനോമ്യഹം. ഞാൻ ഒരാളെ അനുഗ്രഹിക്കാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നതെന്നാണ്? തദ്വിശോ വിധുനോമ്യഹം. അവൻ്റെ വശത്തുള്ള, അവൻ്റേതെന്ന് അവൻ കരുതിയിട്ടുള്ളതെല്ലാം അപഹരിച്ചെടുക്കും. കാരണം യന്മതപുരുഷസ്തബ്ധോ, ആ വസ്തുവകകൾ, സുഖഭോഗ വസ്തുക്കൾ, സ്ഥാനമാനങ്ങൾ, അധികാരം, ഇതുകൊണ്ടൊക്കെ അവൻ അഹങ്കരിക്കാനിട വരും. യന്മതപുരുഷസ്തബ്ധോ ലോകം മാം ചാവമന്യതേ. അവൻ ലോകത്തെ നിന്ദിക്കും, എന്നെയും ചിലപ്പോൾ നിന്ദിക്കാനിട വരും. എത്രമാത്രം സുഖഭോഗ വസ്തുക്കളും വസ്തുവകകളും അധികാരവും സ്ഥാനമാനങ്ങളും ഉണ്ടോ അതെല്ലാം എൻ്റേത് എന്നുള്ള ഭാവത്തിൽ ശരീരാഭിമാന സംബന്ധമായിട്ട് ആരുടെ ഉള്ളിലുണ്ടോ അവർക്ക് ഭഗവാനെ അവഗണിക്കാൻ തോന്നും, ലോകത്തെ മുഴുവൻ അവഗണിക്കാൻ തോന്നും എന്നർത്ഥം. ഇതായിരുന്നല്ലോ മഹാബലിയുടെ ഉള്ളിലുള്ള ഭാവം. സർവേശം മാം, ഞാൻ 14 ലോകങ്ങളുടെയും അധിപതിയാണ്, ചക്രവർത്തിയാണ്, എനിക്കാരെയും ഭയപ്പെടേണ്ടതില്ല എന്നുള്ള ഭാവത്തിലാണല്ലോ വാമനമൂർത്തിക്ക് ആദ്യമായിട്ട് ദാനം കൊടുക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ആ എൻ്റേതെന്നുള്ള ഭാവത്തെ കൂടെ ഭഗവാൻ അപകരിച്ചെടുത്ത് അവനെ സംശുദ്ധനാക്കിയിട്ടാണ് മഹാബലിയെ അനുഗ്രഹിച്ച് ഭൂതലത്തിലേക്ക് അയച്ചത്. ഇതാണ് ഭഗവാൻ ബ്രഹ്മാവിനോട് പറയുന്ന ആ ഉപദേശത്തിൻ്റെ തത്വം. ബ്രഹ്മൻ യം അനുഗൃഹാമി, ഞാൻ ആരെയാണോ അനുഗ്രഹിക്കാൻ തീരുമാനിക്കുന്നത്. ഇത് നമ്മളൊക്കെ നമ്മുടെ എല്ലാം ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കണം. നമുക്ക്
എന്തെങ്കിലും വരുമ്പോഴാണ് എന്തെങ്കിലും ദുഃഖത്തിന് കാരണമായിട്ട് തീരുന്നത്. നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോൾ ഇഷ്ടജന വിയോഗം, അധികാരങ്ങൾ, സ്ഥാനമാനങ്ങളൊക്കെ നഷ്ടപ്പെടുക, ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് പലപ്പോഴും ദുഃഖം വരുന്നത്. ആ ദുഃഖത്തിനെല്ലാം അടിസ്ഥാനം എൻ്റേത് എന്നുള്ള മമതാബോധമാണ്, ആ വസ്തുക്കളോടുള്ള മമതയാണെന്നർത്ഥം. അതാണ് ഭഗവാൻ ബ്രഹ്മാവിനോട് പറഞ്ഞത്, ബ്രഹ്മണ്യമനുഗൃഹാമി തദ്വിശോ വിധുനോമ്യഹം യന്മതപുരുഷസ്തബ്ധോ ലോകം മാം ചാവമന്യതേ. ഇതാണ് ഭഗവാന്റെ അനുഗ്രഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്നർത്ഥം. ഇത് പല സന്ദർഭങ്ങളിലും നമുക്ക് കാണാം. ഭഗവാൻ തൻ്റെ ഉത്തമ ഭക്തനായ, ഉത്തമ സുഹൃത്തായ, തൻ്റെ ബന്ധുവും സഖാവുമായിട്ടുള്ള അർജുനനെ അനുഗ്രഹിച്ച് സംശുദ്ധനാക്കിയ ഒരു ലീലയാണ് സന്താനഗോപാലം എന്ന കഥ. അതായത് ഒരിക്കൽ ദ്വാരകയിൽ ഒരു ബ്രാഹ്മണന് ഭാര്യ പ്രസവിച്ച ശിശു ജനിച്ചാലുടനെ, ഭൂസ്പർശമേറ്റാൽ ഉടനെ മരിക്കുന്നു. ഭൂമിയിലേക്ക് സ്പർശിക്കുമ്പോഴത്തേക്കും ശിശു മരിക്കുന്നു. ബ്രാഹ്മണൻ അത്യന്തം ദുഃഖത്തോടു കൂടി ആ ശിശുവിൻ്റെ ജഡം എടുത്തുകൊണ്ട് ദ്വാരകയിൽ ഗോപുരവാതിക്കൽ വന്ന് ആ ശിശുവിനെ ജഡം അവിടെ കിടത്തിയിട്ട് സങ്കടത്തോടുകൂടി പറഞ്ഞു, ഇവിടെ ഭരണകർത്താക്കളുടെ ആ കർമ്മദോഷം കൊണ്ടാണ് ഒരു ഗൃഹസ്ഥന്, ഒരു ബ്രാഹ്മണനായ ഗൃഹസ്ഥന് ഇങ്ങനെയൊരു ദുഃഖം, ശിശുമരണം എന്ന ദുഃഖം അനുഭവിക്കേണ്ടി വന്നത്. ഏറ്റവും വലിയ ദുഃഖമാണ് ശിശുമരണം എന്നുള്ളത്. അതനുഭവിക്കാൻ കാരണം എൻ്റെ ദുഃഖമല്ല, എൻ്റെ കുഴപ്പമല്ല, ഭരണകർത്താക്കളുടെ കുഴപ്പമാണ്. ബ്രഹ്മദ്വിഷ ഷഡധിയോ ലുപ്തസ്യ വിഷയാത്മന ക്ഷത്രബന്ധോ കർമ്മദോഷാത് പഞ്ചത്വം മേ ഗതോ അർഭക. ഇതാണ് ബ്രാഹ്മണൻ്റെ വിലാപം. ബ്രഹ്മദ്വേഷികളാണ് ഇവിടെ ഭരിക്കുന്നവരുടെ പാപം കൊണ്ടാണ്, കർമ്മദോഷം കൊണ്ടാണ് പ്രജകൾ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ള ശാസ്ത്രം ഇവിടെ ബ്രാഹ്മണൻ പറയുകയാണ്. അപ്പോൾ ഷഡധിയോ, ആ വിദ്വേഷബുദ്ധിയും അതുപോലെ ചില നിർബന്ധ ബുദ്ധികളുമുള്ള ആളുകളാണ് ഇവിടെ രാജ്യം ഭരിക്കുന്നത്. ലുപ്തസ്യ വിഷയാത്മന, വിഷയസുഖങ്ങളിൽ മാത്രം രമിക്കുന്നവരാണ്. വിഷയസുഖങ്ങളിൽ അങ്ങനെ മഗ്നരായിട്ട് കഴിയുന്ന ഭരണകർത്താക്കൾ ഉള്ളിടത്തോളം കാലം അവർ ക്ഷത്രബന്ധുക്കളാണ്. ക്ഷത്രബന്ധോ എന്ന് പറഞ്ഞാൽ ക്ഷത്രിയാധമന്മാരാണ്, ശരിയായ ക്ഷത്രിയരല്ല എന്നർത്ഥം. അതുകൊണ്ടാണ് അവരുടെ കർമ്മദോഷ പഞ്ചത്വം മേ ഗതോ അർഭക. ഇതാണ് ബ്രാഹ്മണൻ്റെ വിലാപം. ബ്രാഹ്മണൻ എങ്ങനെ വിസ്തരിച്ച് ആ ഭരണകർത്താക്കളെയെല്ലാം, ഭരണകർത്താക്കളിൽ പ്രത്യേകിച്ചും ബലരാമനെയും ശ്രീകൃഷ്ണ ഭഗവാനെയും പ്രദ്യുമ്നെയും അനിരുദ്ധനെയും ഒക്കെ പേരെടുത്ത് പറഞ്ഞ് ഭത്സിച്ചിട്ടാണ് ആ ശരീരം എടുത്തുകൊണ്ട് അവിടുന്ന് ജഡശരീരവും കൊണ്ട് പോകുന്നത്. ഇങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം പത്നി പ്രസവിച്ചപ്പോഴും ഭൂസ്പർശമേൽക്കുമ്പോൾ തന്നെ ശിശു മരിക്കുന്നു. ബ്രാഹ്മണൻ ആ കുട്ടിയുടെ ജഡമെടുത്തുകൊണ്ട് ദ്വാരകയിൽ ആ ഗോപുരവാതിക്കൽ വന്ന് ഇതുപോലെ വിലാപഗാനം പാടിയിട്ട് പോകും. ആരും ഒന്നും മറുപടി പറയുന്നില്ല, ആശ്വാസവാക്ക് പോലും പറയുന്നില്ല. എന്നിട്ടല്ലേ എന്തെങ്കിലും അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പ്രതിക്രിയ ചെയ്യാനായിട്ട് സാധിക്കുക. അതിനവരാരും തയ്യാറാകുന്നില്ല. അങ്ങനെ രണ്ടാമതും മൂന്നാമതും നാലാമതുമായിട്ട് അങ്ങനെ 8 പ്രാവശ്യവും ബ്രാഹ്മണൻ ശിശുവിൻ്റെ ജഡം എടുത്തുകൊണ്ട് ദ്വാരകയുടെ ഗോപുരവാതിക്കൽ വന്ന് കിടത്തി ഇതുപോലെ വിലപിച്ചിട്ട് പോകും. ആരും മറുപടി പറയുന്നില്ല. 9ാമത് പ്രാവശ്യവും ബ്രാഹ്മണൻ്റെ പത്നി പ്രസവിച്ച ഉടനെ ആ ശിശു മരിച്ചു. ആ മരിച്ച ശിശുവിൻ്റെ ജഡമെടുത്തുകൊണ്ട് അവിടെ വന്ന് ഭഗവാന്റെ സാന്നിധ്യത്തിൽ തന്നെ, ശ്രീകൃഷ്ണ ഭഗവാന്റെ മുമ്പിൽ തന്നെ വന്ന് വിലപിക്കുന്ന സന്ദർഭത്തിൽ അർജുനൻ അവിടെ ഉണ്ടായിരുന്നു. അർജുനൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ സമീപത്തുണ്ട്. അർജുനൻ ഭഗവാനോട് ചോദിച്ചു, എന്താ ഭഗവാനെ, ഈ ബ്രാഹ്മണൻ എത്ര പ്രാവശ്യമായി ഇങ്ങനെ ഭരണകർത്താക്കളെയൊക്കെ ശകാരിക്കുന്നു എന്ന് മാത്രമല്ല തൻ്റെ ദുഃഖം, ദീനദീനനായിട്ട് തൻ്റെ ദുഃഖത്തെ ഇവിടെ അവതരിപ്പിക്കുന്നു. ഒരു ആശ്വാസവാക്കെങ്കിലും അരുളേണ്ടതല്ലേ ഭഗവാനെ എന്ന് അർജുനൻ ശ്രീകൃഷ്ണനോട് ചോദിക്കുന്നു. ശ്രീകൃഷ്ണൻ പറഞ്ഞു, കോവാ ദൈവം നിരുന്ധ്യാത്. കോവാ, ആർക്കാണ്
ദൈവം കർമ്മഫലത്തെ നിരോധിക്കാൻ സാധിക്കുന്നത്? കർമ്മഫലത്തെ നിരോധിക്കാൻ ആർക്കും സാധ്യമല്ല എന്ന് ഒരു പ്രസ്താവന മാത്രം ഭഗവാന്റെ മുഖത്തു നിന്നുണ്ടായി. അർജുനനത് കേട്ടിട്ട് സഹിച്ചില്ല. അർജുനൻ പറഞ്ഞു, ഭഗവാനെ, എന്തെങ്കിലും ഒരു പ്രതിവിധി ചെയ്യാനായിട്ട് അങ്ങേക്ക് സാധിക്കുമല്ലോ. ഭഗവാൻ ഒന്നും മിണ്ടിയില്ല. അർജുനന് സഹിച്ചില്ല. അർജുനൻ അവിടെ നിന്ന് നേരെ ബ്രാഹ്മണരുടെ സമീപത്ത് ചെന്നു. ബ്രാഹ്മണനോട് പറഞ്ഞു, ബ്രാഹ്മണ, അങ്ങേക്ക് ഈ തരത്തിൽ ദുഃഖം വന്നിട്ടും ആരും ഒരു പ്രതിവിധി ചെയ്യുകയോ ആശ്വാസവാക്ക് അരുളുകയോ പോലും ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സംഘർഷണോ വാസുദേവ പ്രദ്യുമ്നോ ധന്വിനാംബര അനിരുദ്ധോ അപ്രതിരുദ്ധോ നത്രാതും ശക്നുവന്തിയത്. ഇവർക്കാർക്കും ചെയ്യാൻ സാധിക്കാത്തതാണോ? ഇവരെല്ലാം ധന്വിനാംബര, വളരെ ശ്രേഷ്ഠന്മാരായ യുദ്ധവീരന്മാരാണ്, എല്ലാം ചെയ്യാൻ കഴിവുള്ളവരാണ്. എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും ബ്രാഹ്മണ, അങ്ങയുടെ പത്നി അടുത്ത പ്രാവശ്യം 10ാമത് ഗർഭം ധരിക്കുമ്പോൾ തന്നെ എന്നെ വിവരമറിയിക്കൂ. ഞാൻ അങ്ങയുടെ 10ാമത്തെ ശിശുവിനെ രക്ഷിച്ചു കൊള്ളാം. ബ്രാഹ്മണൻ അത്ഭുതപ്പെട്ടു. ബ്രാഹ്മണൻ ചോദിച്ചു, ഇത്രയും ശ്രേഷ്ഠന്മാരായ മഹാരഥന്മാരായിട്ടുള്ള ബലരാമസ്വാമി സംഘർഷണമൂർത്തി, അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാൻ വാസുദേവൻ, പ്രദ്യുമ്നൻ ശ്രീകൃഷ്ണൻ്റെ പുത്രനായ പ്രദ്യുമ്നൻ, അതുപോലെ ധന്വിനാംബര ശ്രേഷ്ഠന്മാരായ അസ്ത്രവീര്യന്മാർ ഉണ്ടായിട്ട്, അനിരുദ്ധൻ, ഇവരെല്ലാം ഉണ്ടായിട്ടും അവർക്കാർക്കും രക്ഷിക്കാൻ സാധിക്കാത്ത എൻ്റെ ശിശുവിനെ അങ്ങ് രക്ഷിക്കാം എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങ് ആരാണ്? അപ്പോൾ അർജുനൻ പറഞ്ഞു, അങ്ങ് എന്നെപ്പറ്റി കേട്ടിട്ടില്ലേ? മധ്യമപാണ്ഡവനായ അർജുനനാണ് ഞാൻ. ഗാണ്ഡീവധാരിയാണ്. എൻ്റെ പ്രശസ്തി ലോകത്തെല്ലാം വളരെയധികം പ്രചരിച്ചിട്ടുണ്ട്. അങ്ങ് മാത്രം അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല. നാഹം സംഘർഷണോ ബ്രഹ്മൻ ന കൃഷ്ണ കാഷ്ണിരേവച അഹം വാ അർജുനോ നാമ ഗാണ്ഡീവം യസ്യ വൈധനു. അതിൽ തന്നെ അർജുനൻ്റെ ആ അഹങ്കാരം വളരെ പ്രകടമാണ്. ഞാൻ ആ സംഘർഷണനല്ല. അല്ലയോ ബ്രാഹ്മണ, നാഹം സംഘർഷണോ ബ്രഹ്മൻ ന കൃഷ്ണ, ആ കൃഷ്ണനുമല്ല, കാഷ്ണിരേവച, ആ പ്രദ്യുമ്നനുമല്ല, അഹം വാ അർജുനോ നാമ, അർജുനൻ എന്ന് പ്രശസ്തിയുള്ള പേര് കേട്ടിട്ടുള്ള ആ വ്യക്തിയാണ് ഞാൻ. എന്താണ് എൻ്റെ പ്രശസ്തി എന്നാണെങ്കിൽ ഗാണ്ഡീവം യസ്യ വൈ ധനു, ഗാണ്ഡീവധാരിയായ അർജുനനാണ് ഞാൻ. അങ്ങ് കേട്ടിട്ടില്ലേ? ബ്രാഹ്മണൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല, ഞാൻ അത്രയ്ക്ക് അങ്ങനെയൊന്നും അറിയില്ല, അങ്ങേ അറിയില്ല ഞാൻ. എന്നാ പറഞ്ഞു തരാം. ഞാൻ അസ്ത്രവിദ്യയിൽ അദ്വിതീയനാണ്. എൻ്റെ അസ്ത്രവിദ്യയുടെ കഴിവിനെപ്പറ്റി ലോകത്ത് മുഴുവൻ പ്രസിദ്ധമാണ്. ഞാൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ ഈ ഗാണ്ഡീവം എന്ന വില്ലും അതുപോലെ അമ്പൊടുങ്ങാത്ത ആവനാഴിയും അവ കൊണ്ടാണ് ഞാൻ ശത്രു സൈന്യത്തെ എല്ലാം പരാജയപ്പെടുത്തിയത്. അത് വളരെ പ്രശസ്തമായൊരു കഥയാണല്ലോ. എനിക്ക് ഗാണ്ഡീവം എന്ന വില്ല് ലഭിച്ചത് തന്നെ ഖാണ്ഡവവനം ദഹിപ്പിക്കാനായിട്ട്. ഒരിക്കൽ അഗ്നിദേവനെ ഞാൻ സഹായിച്ചു. ശ്രീകൃഷ്ണ ഭഗവാനും അർജുനനുമായിട്ട് അങ്ങനെ കാളിന്തി തീരത്തുകൂടെ സഞ്ചരിക്കുന്ന സമയത്താണ് ഒരു വൃദ്ധബ്രാഹ്മണൻ്റെ വേഷത്തിൽ അഗ്നിദേവൻ അവിടെ വന്നു. അഗ്നിദേവൻ വന്ന് ശ്രീകൃഷ്ണനോടും അർജുനനോടുമായിട്ട് അഭ്യർത്ഥിച്ചു, എനിക്ക് കുറേ കാലമായിട്ട് പല യാഗങ്ങളിൽ അർപ്പിക്കപ്പെടുന്ന ഹവിസ്, നെയ്യ് കഴിച്ചിട്ട് അജീർണം ബാധിച്ചിരിക്കുന്നു. അതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാനായിട്ട് ഈ ഖാണ്ഡവ വനത്തിലുള്ള ഓഷധികളെ എനിക്ക് ഭക്ഷിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പല പ്രാവശ്യം ശ്രമിച്ചപ്പോഴൊക്കെ ഇന്ദ്രൻ തടസ്സമുണ്ടാക്കി. അതിനെന്നെ അനുഗ്രഹിക്കണം, എന്നെ സഹായിക്കണം എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അഗ്നിദേവനെ സഹായിക്കാനായിട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുമതിയോടുകൂടി ഞാൻ ഒരു വലിയ ശരകൂടം തന്നെ നിർമ്മിച്ച് അഗ്നിദേവനെ ഭക്ഷിക്കാനായിട്ട് അനുവദിച്ചു. കാരണം ഓരോ പ്രാവശ്യവും അഗ്നിദേവനെ ശ്രമിക്കുമ്പോഴൊക്കെ ഇന്ദ്രൻ തടസ്സമുണ്ടാക്കുന്നു. ഇന്ദ്രൻ്റെ സുഹൃത്തായ തക്ഷകനും അതുപോലെ
അശ്വശില്പിയായ മയനും ആ വനത്തിലാണ് വസിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രൻ അതിന് തടസ്സമുണ്ടാക്കാനായിട്ട് മഴ പെയ്യിച്ചുകൊണ്ടിരുന്നു. ഇത്തവണയെങ്കിലും എനിക്കതിന് അനുവദിക്കണമെന്ന് പറഞ്ഞതനുസരിച്ച് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഞാനൊരു ശരകൂടം നിർമ്മിച്ചു. അത് അങ്ങനെ അഗ്നിദേവന് ഖാണ്ഡവവനത്തെ ദഹിപ്പിക്കാനായിട്ടുള്ള അവസരം കൊടുത്തു. അതിന് നന്ദി സൂചകമായിട്ട് അഗ്നിദേവൻ എനിക്ക് നൽകിയതാണ് ഗാണ്ഡീവം എന്ന ദിവ്യമായ ഈ ധനുസ്സും അതുപോലെ അമ്പൊടുങ്ങാത്ത അവനാഴിയും. അതാണ് ഗാണ്ഡീവത്തിൻ്റെ കഥ. അത് മാത്രമല്ല, ഞാൻ എൻ്റെ പിതാവായ ഇന്ദ്രൻ്റെ അഭ്യർത്ഥന പ്രകാരം ദേവലോകത്ത് ദേവാസുര യുദ്ധം നടക്കുമ്പോൾ അസുരന്മാരെ പരാജയപ്പെടുത്താനായിട്ട് ദേവലോകത്ത് പോയി അസുരന്മാരെയെല്ലാം പരാജയപ്പെടുത്തി ദേവന്മാർക്ക് അത്യന്തം സന്തോഷമായി. അതിൻ്റെ സന്തോഷ സൂചകമായിട്ട് ഇന്ദ്രൻ ആ കിരീടം എൻ്റെ ശിരസിൽ വെച്ച് തന്നു. അങ്ങനെയാണ് എനിക്ക് കിരീടി എന്ന ഒരു ബിരുദം ലഭിച്ചത്. അതുപോലെ ഞാൻ ഗാണ്ഡീവം എന്ന വില്ലുകൊണ്ട് ഇടത് കൈകൊണ്ടും വലത് കൈകൊണ്ടും ഒരേ സമയത്ത് അസ്ത്രമയക്കാനുള്ള കഴിവുള്ളതുകൊണ്ട് എനിക്ക് സവ്യസാചി എന്ന ഒരു ബിരുദമുണ്ട്. പിന്നെ എൻ്റെ ജ്യേഷ്ഠനായ യുധിഷ്ഠിര മഹാരാജാവ് രാജസൂയം നടത്തിയപ്പോൾ അതിനുള്ള ധനം ആർജിക്കാനായിട്ട് അനുജന്മാരായ ഞങ്ങളെ 4 പേരെയും പല ദിക്കിലേക്കും അയച്ചു. അതിലേറ്റവും കൂടുതൽ ധനം ആർജിച്ചു കൊണ്ടുവന്നത് ഞാനാണ് എന്നതുകൊണ്ട് എനിക്ക് ധനഞ്ജയൻ എന്നുള്ള ബിരുദവുമുണ്ട്. ബ്രാഹ്മണ, ഇതൊന്നും അറിയില്ലേ അങ്ങേക്ക്? ഇതിനെല്ലാം ഉപരിയായിട്ട് എനിക്ക് എൻ്റെ അസ്ത്രവിദ്യയുടെ സാമർഥ്യം കണ്ടിട്ട് സന്തോഷിച്ച് ശ്രീപരമേശ്വരൻ തന്നെ എനിക്ക് പാശുപതാസ്ത്രം നൽകി. പാശുപതം എന്ന അസ്ത്രം ബ്രഹ്മാസ്ത്രം പോലെയും നാരായണാസ്ത്രം പോലെയും പ്രത്യസ്ത്രമില്ലാത്തതാണ്. അത്ര ദിവ്യമായ അസ്ത്രം എനിക്ക് നേടിത്തന്നത് എൻ്റെ അസ്ത്രസാമർഥ്യം കണ്ടിട്ട് ശ്രീപരമേശ്വരൻ സന്തോഷിച്ചിട്ടാണ്. അതെങ്ങനെയാണ് എന്നാണെങ്കിൽ, ഞാൻ ഒരിക്കൽ വനത്തിൽ പോയിട്ട് തപസ്സനുഷ്ഠിച്ചു. ശിവനെ സങ്കല്പിച്ചാണ് തപസ് ചെയ്തത്. തപസ്സനുഷ്ഠിച്ചു കൊണ്ടിരുന്നപ്പോൾ ഭഗവാൻ കിരാതൻ്റെ വേഷത്തിൽ എൻ്റെ മുമ്പിൽ വന്നു നിന്നു. ഒരു കാട്ടാളനെ കണ്ടിട്ട് ഞാൻ വകവച്ചില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അതിലെ ഓടി വന്ന ഒരു പന്നി, മൂകാസുരനാണ് അവിടെ വരാഹത്തിൻ്റെ രൂപത്തിൽ വന്നത്. അതിനെ ഞാൻ അമ്പ് ചെയ്തു. കിരാതനും അമ്പ് ചെയ്തു. 2 പേരുടെയും അമ്പ് കൊണ്ടിട്ട് ആ മൂകാസുരനാകുന്ന ആ പന്നി മരിച്ചു വീണു. അതിൽ ഞാൻ അമ്പ് ചെയ്തിട്ടാണ് മരിച്ചതെന്ന് ഞാനും, അല്ല എൻ്റെ അമ്പ് കൊണ്ടാണ് മരിച്ചതെന്ന് കിരാതനും തർക്കമായി. ഞങ്ങൾ തമ്മിൽ യുദ്ധമായി. ആ യുദ്ധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അസ്ത്രപ്രയോഗം വളരെയധികം നേരം നടത്തി. അവസാനം എനിക്ക് കിരാതനെ പരാജയപ്പെടുത്താൻ സാധിക്കുന്നില്ല. ഞാൻ എന്നിട്ട് ഭഗവാനെ സങ്കല്പിച്ചുകൊണ്ട് അസ്ത്രം അയച്ചപ്പോൾ ആ അസ്ത്രം ചെന്ന് കിരാതമൂർത്തിയായ ഭഗവാന്റെ കഴുത്തിൽ ഒരു പുഷ്പമാല്യമായിട്ട് വീണു. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ കിരാതൻ തന്നെയാണ് ഞാൻ ആരാധിക്കുന്ന ആ ശ്രീമഹാദേവനെന്ന് മനസ്സിലായി. ഭഗവാന്റെ മുമ്പിൽ ചെന്ന് നമസ്കരിച്ച് ക്ഷമാപണം ചെയ്തു. ഭഗവാൻ എൻ്റെ അസ്ത്രസാമർഥ്യത്തിൽ സന്തുഷ്ടനായിട്ട് എനിക്ക് നൽകിയതാണ് ഈ പാശുപതാസ്ത്രം. അങ്ങനെ ത്രയംബകതോഷണമായ ആ പാശുപതാസ്ത്രം നേടിയ ആളാണ് ഞാൻ. അർജുനൻ ഇത്രയെല്ലാം പറഞ്ഞപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു, ഇതൊക്കെ ശരിയാണ്, പക്ഷേ അങ്ങേക്കിത് എൻ്റെ 10ാമത്തെ ശിശുവിനെ രക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിലോ എന്ന് സംശയം പ്രകടിപ്പിച്ചപ്പോൾ അർജുനൻ പറഞ്ഞു, അതെനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അങ്ങയുടെ മുമ്പിൽ അഗ്നിയിൽ പ്രവേശിച്ച് ജീവത്യാഗം ചെയ്യുന്നതാണ്. ഇത് സത്യം എന്ന് അർജുനൻ സത്യം ചെയ്തു. അപ്പോൾ ബ്രാഹ്മണന് വിശ്വാസമായി. ബ്രാഹ്മണൻ സമാധാനമായിട്ട് തിരിച്ചുപോയി. അങ്ങനെ കുറേ നേരം അർജുനനും ബ്രാഹ്മണനുമായിട്ടുള്ള സംഭാഷണം ദൂരെ നിന്ന് അങ്ങനെ വീക്ഷിച്ചു കൊണ്ടുവന്ന ശ്രീകൃഷ്ണ ഭഗവാൻ തിരിച്ചു വന്ന് അർജുനനോട് ചോദിച്ചു, എന്താ അർജുന ബ്രാഹ്മണനുമായിട്ട് ഇത്ര ദീർഘമായിട്ടുള്ള ചർച്ച? ഞാനൊന്നും ബ്രാഹ്മണൻ്റെ ദുഃഖത്തെപ്പറ്റിയൊക്കെ അങ്ങനെ ചോദിക്കുകയായിരുന്നു. പ്രതിജ്ഞ ചെയ്ത കാര്യം അർജുനൻ ഭഗവാനോട് പറഞ്ഞില്ല. ഭഗവാൻ ഉള്ളിൽ ചിരിച്ചു. എല്ലാം അറിയാവുന്ന ഭഗവാൻ ഇവൻ്റെ അഹങ്കാരം എത്രമാത്രം പോകുന്നെന്നറിയട്ടെ എന്നുള്ള ഭാവത്തിൽ ഉള്ളിൽ ഒന്ന് ചിരിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞു. ബ്രാഹ്മണൻ ഓടി വന്നു, എൻ്റെ പത്നി 10ാമത് ഗർഭിണിയായിരിക്കുന്നു, പ്രസവം അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അർജുനൻ വീണ്ടും ഓടിച്ചെന്ന് ബ്രാഹ്മണനോട്
കുശലപ്രശ്നം നടത്തിയിട്ട് തിരികെ വന്ന് അമ്പും വില്ലും എല്ലാം എടുത്തുകൊണ്ട് ബ്രാഹ്മണൻ്റെ ഒപ്പം പോകാനായിട്ട് പുറപ്പെടുന്ന സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ വീണ്ടും ചോദിച്ചു, എന്താ അർജുന, എവിടേക്കാണ് പോകുന്നത്? ഞാൻ വെറുതെ ബ്രാഹ്മണൻ്റെ കൂടെ പോവുകയാണ്. അതല്ല, അസ്ത്രങ്ങളൊക്കെ ആയിട്ട് പോകുന്നല്ലോ, അമ്പും വില്ലും ഒക്കെ ആയിട്ട് പോകുന്നല്ലോ, യുദ്ധത്തിന് വല്ലതും പോവുകയാണെങ്കിൽ അർജുന രഥം തെളിക്കാൻ ഞാൻ വരണ്ടേ എന്ന് ഭഗവാൻ ചോദിച്ചു. അപ്പോഴും അർജുനൻ ഭഗവാനോട് ഒന്നും പറഞ്ഞില്ല. താൻ ആ ബ്രാഹ്മണനോട് സത്യം ചെയ്തത്, പ്രതിജ്ഞ ചെയ്തത് ഭഗവാനെ അറിയിച്ചില്ല എന്നർത്ഥം. ഭഗവാൻ അപ്പോഴും ഉള്ളിൽ ചിരിച്ചു. അങ്ങനെ ബ്രാഹ്മണൻ്റെ കൂടെ അർജുനൻ പോയി ആ ബ്രാഹ്മണ പത്നി പ്രസവിക്കാനായിട്ടുള്ള സൂതികാഗൃഹത്തിന് ചുറ്റും ഒരു വലിയ ശരകൂടം നിർമ്മിച്ചു. ദിവ്യാസ്ത്രങ്ങൾ കൊണ്ടുള്ള ശരകൂടം. ദിവ്യാസ്ത്രങ്ങളാകുമ്പോൾ ആ ശരകൂടത്തിനുള്ളിലേക്ക് ഒരു ചെറിയ പ്രാണിക്ക് പോലും പ്രവേശിക്കാൻ, വായുവിന് പോലും പ്രവേശിക്കാൻ സാധ്യമല്ല എന്നർത്ഥം. എന്നിട്ട് ആ ശരകൂടം നിർമ്മിച്ച് അതിൻ്റെ വാതുക്കൽ അർജുനൻ അമ്പും വില്ലുമായിട്ട് കാവൽ നിന്നു. ബ്രാഹ്മണൻ അകത്തുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു ശിശുവിൻ്റെ കരച്ചിൽ കേട്ടു. അപ്പോൾ അർജുനൻ സന്തോഷിച്ചു, ഞാൻ ജയിച്ചു എന്ന് അപ്പോഴും അഹങ്കരിച്ചു. അടുത്ത നിമിഷം ബ്രാഹ്മണൻ്റെ രോദനമാണ് കേട്ടത്. ബ്രാഹ്മണൻ വളരെ ശക്തിയായിട്ട് അർജുനനെ ഭർത്സിച്ചുകൊണ്ട് വന്നു. ബ്രാഹ്മണൻ പറഞ്ഞു, നിൻ്റെ ആ അഹങ്കാരം കൊണ്ട് എന്തെല്ലാമാണ് എന്നോട് പറഞ്ഞത്? ശിവനെ സന്തോഷിപ്പിച്ച് പാശുപതന്ത്രം നേടിയതും, അതുപോലെ ആ ഗാണ്ഡീവ എന്ന വില്ല് നേടിയതും, അതിൻ്റെ എല്ലാം വീരവാദങ്ങളൊക്കെ പറഞ്ഞല്ലോ. ധിഗർജുനം മൃഷാവാദം, നീ പറഞ്ഞതൊക്കെ ശുദ്ധ ഭോഷ്കാണ്. നിനക്ക് ഒരു കഴിവുമില്ലെന്ന് എനിക്കിപ്പം മനസ്സിലായി. തികാത്മശ്ലാഘിനോ ധനു, നീ ആ വില്ലിനെ പറ്റിയൊക്കെ ഘോഷഘോഷമായിട്ട് പ്രസംഗിച്ചല്ലോ. അത് വിശ്വസിച്ചതാണ് എനിക്ക് പറ്റിയ അബദ്ധം. മൗഢ്യം ശ്രദ്ധതേ ക്ലീബകഥനം, നീ ക്ലീബനാണ്, ആണും പെണ്ണും കെട്ടവനാണെന്നർത്ഥം, നപുംസകമാണെന്നർത്ഥം. നിൻ്റെ വാക്ക് കേട്ട വിശ്വസിച്ചതാണ് എനിക്ക് പറ്റിയ അബദ്ധം. അതുകൊണ്ട് നീ പറയുന്നതൊന്നും എനിക്ക് സത്യമായിട്ട് എടുക്കാൻ സാധ്യമല്ല. ക്ലീബൻ എന്നുള്ള വാക്ക് അർജുനന് വളരെ യോജിച്ചതാണ്. കാരണം അർജുനൻ നേരത്തെ പറഞ്ഞ പോലെ ദേവലോകത്ത് പോയി യുദ്ധമെല്ലാം ചെയ്ത് അസുരന്മാരെ പരാജയപ്പെടുത്തിയ സന്ദർഭത്തിലാണ് ദേവലോകത്തുള്ള ആ ദേവസുന്ദരിയായ ഉർവശി അപ്സരസ് അർജുനനെ കണ്ട് മോഹിച്ചു. അർജുനനോട് പ്രണയാഭ്യർത്ഥന നടത്തി. അർജുനനത് നിരസിച്ചു. അർജുനൻ പറഞ്ഞു, ഉർവശി, നീ എൻ്റെ അച്ഛനായ ഇന്ദ്രൻ്റെ ഒരു പ്രിയപ്പെട്ടവളാണല്ലോ. അങ്ങനെ അച്ഛൻ്റെ പ്രിയപ്പെട്ടവളായ ഒരാളെ ഞാൻ എങ്ങനെയാണ് സ്വീകരിക്കുക എന്ന് പറഞ്ഞ് നിരസിച്ചു. ഉർവശിക്ക് കോപം വന്നു. ഉർവശി അന്ന് അർജുനനെ ശപിച്ചു. അതാണ് ഉർവശി ശാപം, നീ നപുംസകമായിട്ട് പോകട്ടെ. അങ്ങനെ ആ നപുംസകമായിട്ടുള്ള രീതിയിലാണ് അർജുനൻ ബൃഹന്നള എന്ന പേരിൽ വിരാട രാജ്യത്ത് അജ്ഞാതവാസക്കാലത്ത് കഴിഞ്ഞത്. ഇതേ അർത്ഥത്തിലാണ് ഭഗവാൻ ഭഗവത്ഗീതയിലും അർജുനനോട് ആദ്യമായിട്ട് ഉപദേശം തുടങ്ങുമ്പോൾ തന്നെ ക്ലൈബ്യം സ്മഗമപ്പാർത്ഥ, ക്ലൈബ്യം എന്നത് ആ നപുംസകത്തിൻ്റെ ലക്ഷണമാണെന്നർത്ഥം. അതാണ് ഇവിടെ ബ്രാഹ്മണൻ പറഞ്ഞത്. ക്ലീബകഥനം, നിന്നെ പോലെയുള്ള ആണും പെണ്ണും കെട്ടവൻ്റെ വാക്കിനെ വിശ്വസിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ, ഞാനാണത് ഇതിലേറ്റവും മൗഢ്യം കാണിച്ചത് എന്നൊക്കെ ബ്രാഹ്മണൻ പറഞ്ഞു. അർജുനൻ അത് കേട്ട് ലജ്ജിച്ച് തല താഴ്ത്തി. എന്നാലും താൻ വാക്ക് പറഞ്ഞതല്ലേ, ജലം സ്പർശിച്ച് ശ്രീമഹാദേവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തൻ്റെ തിരസ്കരണ വിദ്യയെ അവലംബിച്ച് അവിടെ നിന്ന് ഉടനെ പോയി. ആദ്യം സംയമനീപുരിയിൽ ചെന്നു. യമധർമ്മരാജാവിൻ്റെ പുരിയിൽ ചെന്നു. അവിടെ ബ്രാഹ്മണൻ്റെ ശിശു ചെന്നിട്ടില്ല. പിന്നെ ഐന്ദ്രീംപുരിയിൽ, ആഗ്നേയപുരിയിൽ, നൈഋതിയുടെ പുരിയിൽ, സൗമ്യാംപുരിയിൽ, വായവ്യാംപുരിയിൽ, വാരുണീംപുരിയിൽ, രസാതലത്തും നാഗപൃഷ്ഠവും ആ ബ്രഹ്മാവിൻ്റെ സത്യലോകത്ത് വരെ ചെന്നു എന്നാണ്. അഷ്ടദിക്പാലന്മാരുടെ പുരികളിലെല്ലാം ചെന്ന് അന്വേഷിച്ചിട്ടും ബ്രാഹ്മണൻ്റെ ശിശുവിനെപ്പറ്റി യാതൊരു വിവരവും അറിയാതെ ബ്രഹ്മാവിൻ്റെ അടുത്ത് വരെ ചെന്ന് തിരഞ്ഞു.
യാതൊരു വിവരവും അറിഞ്ഞില്ല. അങ്ങനെ നിരാശനായിട്ട് ലജ്ജിതനായിട്ട് തിരിച്ചു വന്നു. എന്തായാലും ഇനിയിപ്പോൾ ആ പ്രതിജ്ഞ ചെയ്തതനുസരിച്ച് ശരീരത്യാഗം ചെയ്യാനായിട്ട് അഗ്നി കൂട്ടി അഗ്നിയിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടു പുറകിൽ തോളത്തൊരു കൈ വന്നു വീണു. അർജുനൻ തിരിഞ്ഞു നോക്കി. ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഭഗവാൻ പറഞ്ഞു, അർജുന, നീ ഈ തരത്തിലൊരു സത്യം ചെയ്ത കാര്യം, പ്രതിജ്ഞ ചെയ്ത കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ, എന്നെ അറിയിച്ചില്ലല്ലോ. എന്നെ അറിയിച്ചിരുന്നുവെങ്കിൽ ഈ കഷ്ടപ്പാടൊന്നും വേണ്ടി വരികയില്ലായിരുന്നു. നിൻ്റെ ഉള്ളിലുള്ള അഹംഭാവമാണ് അതിന് കാരണം. ഞാനെല്ലാം ചെയ്യും എന്നുള്ള ഭാവം ഉണ്ടായിരുന്നല്ലോ, അതാണ് ഇത്രയെല്ലാം കഷ്ടപ്പാട് അനുഭവിക്കേണ്ടത്, ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നതിന് കാരണം. എന്തായാലും നീ ഇപ്പോൾ ഇനി അഗ്നിപ്രവേശനം ചെയ്യണ്ട, വരൂ, എൻ്റെ കൂടെ വരൂ, ഞാൻ ബ്രാഹ്മണപുത്രന്മാരെ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഭഗവാൻ തൻ്റെ ദിവ്യരഥത്തിൽ അർജുനനെയും കൂട്ടി പശ്ചിമദിക്കിലേക്ക് സഞ്ചരിച്ചു എന്ന് പറഞ്ഞു. പശ്ചിമദിക്കിലേക്ക് സഞ്ചരിച്ച് സപ്തദ്വീപുകളും സപ്തസമുദ്രങ്ങളും കടന്ന് 7 കുലപർവ്വതങ്ങളും ഗിരികളും കടന്ന് ലോകാലോക പർവ്വത ആയ മാനസോത്തരഗിരിയും കടന്ന് ലോകാലോകത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപുള്ള മാനസോത്തരഗിരിയും തരണം ചെയ്ത് അവിടെ എത്തി. ലോകാലോകത്തിലെത്തിയപ്പോൾ അവിടെ അത്യന്തം അന്ധകാരമയമായിട്ട് കണ്ടു. അന്ധകാരമയമായ പ്രദേശത്തെത്തി ആ ദിവ്യരഥത്തെ നയിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ 4 അശ്വങ്ങൾ, ശൈബ്യൻ, സുഗ്രീവൻ, മേഘപുഷ്പൻ, വലാഹകൻ എന്നീ അശ്വങ്ങൾക്ക് കണ്ടു കാണാൻ മേലാതെയായി. ഭഗവാൻ തൻ്റെ സുദർശന ചക്രത്തെ സ്മരിച്ചു. 1000 ആദിത്യന്മാരുടെ തേജസ്സാർന്ന സുദർശന ചക്രത്തെ ഭഗവാൻ അവിടെ ആവിർഭവിപ്പിച്ചു. അതിൻ്റെ പ്രഭാപ്രസരം അന്ധകാരത്തെ തുളച്ച് ഇരമ്പി മുമ്പോട്ടുള്ള മാർഗം തെളിച്ചു. സുദർശന തേജസ്സിൽ അർജുനൻ്റെ നേത്രങ്ങൾ മഞ്ഞളിച്ചു. ഉടനെ കണ്ണുകൾ അടച്ചു. വീണ്ടും യാത്ര തുടർന്നപ്പോൾ അതിശക്തമായ കാറ്റിൽ ഇളകിമറിയുന്ന തിരമാലകൾ, ആ തിരമാലകളിൽ തന്നെ പ്രകാശം പരന്ന് അങ്ങനെ തിളങ്ങുന്ന തിരമാലകൾ അലയടിക്കുന്നു. ആ അലയടിക്കുന്ന സമുദ്രത്തെ കണ്ടു. ആ സമുദ്രത്തിൻ്റെ മധ്യത്തിലായിട്ട് അത്ഭുതമായ ഒരു ഭവനം, രത്നഖചിതമായ 1000 കൽമണ്ഡപത്താൽ അലങ്കൃതമായി കാണപ്പെട്ടു. ആദിനാരായണമൂർത്തിയുടെ ആസ്ഥാനമായ ആദിവൈകുണ്ഠമാണ് അത്. ആ മഹാകാലപുരത്തിൽ, ഇതിനെ മഹാകാലപുരം എന്നാണ് ശ്രീധരാചാര്യർ വിശേഷിപ്പിക്കുന്നത്, അവിടെ ആദിശേഷനെ കണ്ടു. 1000 ശിരസ്സുകളിൽ ഓരോന്നിലും ഫണങ്ങൾ രത്നക്കല്ലുകൾ കൊണ്ട് ശോഭിക്കുന്നു. ആ ആദിശേഷനാകുന്ന മെത്തയിൽ സുഖാസനത്തിലിരിക്കുന്ന ഭഗവാനെ ദർശിച്ചു. നീലമേഘശ്യാമളവർണ്ണനായി പീതാംബരം ധരിച്ച് രത്നഖചിതമായ കിരീടങ്ങൾ, മകരമണികുണ്ടലങ്ങൾ അണിഞ്ഞ് ശോഭിക്കുന്നു. മകരമണികുണ്ടലങ്ങൾ രത്നഖചിതമായിട്ട് ശോഭിക്കുന്നു. കഴുത്തിൽ കൗസ്തുഭരത്നം, വക്ഷസിൽ ശ്രീവത്സം, വനമാല, 8 ബാഹുക്കളിൽ ഭൂഷണായുധങ്ങൾ ധരിച്ചിരിക്കുന്നു. ശംഖചക്ര ഗദാപത്മങ്ങൾക്ക് പുറമെ നന്ദകമെന്ന വാള്, പരിച, ശാർഗമെന്ന ധനുസ്, അസ്ത്രം, ഇങ്ങനെ 8 ഭൂഷണായുധങ്ങളോടുകൂടി ശോഭിക്കുന്ന ആ മഹാവിഷ്ണുവിനെ, ആദിനാരായണ മൂർത്തിയെ ഭഗവാൻ കണ്ടു. അർജുനൻ ദർശിച്ചു. അനന്തരം അച്യുതനും അനന്തനുമായ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ ഭഗവാനെ നമസ്കരിച്ചു. തൻ്റെ തന്നെ ഒരേ ഒരു ഭാവം, ആ വിഷ്ണു ഭഗവാന്റെ ഭാവം തന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെയും മുഖം. അർജുനൻ അത്ഭുതപ്പെട്ടു. സംഭ്രമത്തോടുകൂടി അർജുനനും ഭഗവാനെ നമസ്കരിച്ചു. ബ്രഹ്മസ്വരൂപിയായ വിഷ്ണു ഭഗവാൻ മന്ദസ്മിതം തൂകിക്കൊണ്ട് അരുളി ചെയ്തു, നിങ്ങളിരുവരെയും ദർശിക്കുവാൻ വേണ്ടി ബ്രാഹ്മണപുത്രന്മാരെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഞാൻ തന്നെയാണ്. നിങ്ങളെ 2 പേരെയും ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഭൂമിയിൽ ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടി നരനാരായണന്മാരായിട്ടാണ് ഇപ്പോൾ വർത്തിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളെ ഒന്ന് ദർശിക്കാനായിട്ട് ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നത്. ബ്രാഹ്മണകുമാരന്മാരെല്ലാവരും ഇതാ ഇവിടെയുണ്ട്, കൊണ്ടുപോയിക്കൊള്ളൂ എന്ന് ഭഗവാൻ അരുളി ചെയ്തപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനും അർജുനനും കണ്ടു.
10 കുട്ടികളും ഭഗവാന്റെ സമീപത്തുണ്ട്. ആദിശേഷനാകുന്ന മെത്തയിൽ ഭഗവാനോട് ചേർന്ന് 10 വയസ്സുള്ള കുട്ടി, 9 വയസ്സ്, 8 വയസ്സ്, 7 വയസ്സ്, അങ്ങനെ നവജാത ശിശു ഉൾപ്പെടെ 10 കുട്ടികളും അവിടെ ഭഗവാന്റെ സമീപത്തുണ്ട്. കൊണ്ടുപോയിക്കൊള്ളൂ, എടുത്തു കൊണ്ടുപോയിക്കൊള്ളൂ എന്ന് ഭഗവാൻ പറഞ്ഞു. ശ്രീകൃഷ്ണ ഭഗവാൻ ആ കുട്ടികളുടെ സമീപത്തേക്ക് ചെന്നപ്പോൾ അവർ ആരും ശ്രീകൃഷ്ണൻ അടുത്തേക്ക് ചെല്ലാൻ സമ്മതിക്കുന്നില്ല. മുഴങ്കാലു കുത്തി കുതിച്ചാനൊരുണ്ണി, തിടുക്കത്തിൽ നീന്തി ഗമിച്ചാനൊരുണ്ണി, പടുപ്രേമ സമ്പുല്ലനം മല്ല വൈരി പിടിച്ചങ്ങെടുക്കാനടുക്കുന്ന നേരം, മുഴങ്കാലു കുത്തി കുതിച്ചാനൊരുണ്ണി, തിടുക്കത്തിൽ നീന്തി ഗമിച്ചാനൊരുണ്ണി. ശ്രീകൃഷ്ണ ഭഗവാൻ സമീപത്തേക്ക് എന്നപ്പോൾ തന്നെ ഒരു കുട്ടി കാല് കുത്തി ഓടി വിഷ്ണു ഭഗവാന്റെ മുകളിൽ കൂടെ അപ്പുറത്തേക്ക് പോകുന്നു. ഓരോ കുട്ടിയും അവരവരുടെ പ്രായത്തിനനുസരിച്ച് ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്ന് അകന്നകന്ന് പോകുന്നു, വിഷ്ണു ഭഗവാന്റെ സമീപത്തേക്ക് തന്നെ ചെന്ന് ചേരുന്നു. ഇതാണ് കണ്ടത്. കമന്ന് നീന്തുന്ന പ്രായത്തിലുള്ള കുട്ടി വളരെ ഇടുക്കത്തിൽ കമന്ന് നീന്തി വിഷ്ണു ഭഗവാന്റെ സമീപത്തേക്ക് പോകുന്നു. ശ്രീകൃഷ്ണ ഭഗവാന് അടുത്തേക്ക് ചെല്ലാനേ സാധിക്കുന്നില്ല. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ അവരോട് ചോദിച്ചു, ഉണ്ണീ നിനക്കച്ഛനാരമ്മയെന്നങ്ങ് അമന്തപ്രമോദേന ചോദിച്ചു കൃഷ്ണൻ. ഉണ്ണീ നിനക്കച്ഛനാരമ്മയാണെന്ന അമന്തപ്രമോദേന ചോദിച്ചു കൃഷ്ണൻ. മഹാവിഷ്ണുവേയും മഹാലക്ഷ്മിയെയും തഥാ തൊട്ടുകാട്ടിയിടിനാനേകബാലൻ. ഇതാണ് ഞങ്ങളുടെ അച്ഛൻ എന്ന് മഹാവിഷ്ണുവിനെയും ഇതാണ് ഞങ്ങളുടെ അമ്മ എന്ന് മഹാലക്ഷ്മിയെയുമാണ് കാണിച്ചത് എന്നർത്ഥം. അപ്പോൾ വിഷ്ണു ഭഗവാന് മനസ്സിലായി, ഈ കുട്ടികൾക്ക് ആർക്കും ഇപ്പോൾ അച്ഛനെന്നോ അമ്മയെന്നോ എന്ന് വേറെ ആരെയും അറിയില്ല എന്നർത്ഥം. കാരണം അച്ഛനും അമ്മയും എല്ലാം വിഷ്ണു ഭഗവാനും മഹാലക്ഷ്മിയും തന്നെയാണ്. കാരണം അവരെ മായ ബാധിച്ചിട്ടില്ല. അപ്പോഴാണ് ഭഗവാൻ മനസ്സിലായി, ഇവരെ ഇവിടുന്ന് കൊണ്ടുപോകണമെങ്കിൽ താൻ തന്നെ സങ്കല്പിക്കണം എന്ന് മനസ്സിലായി. ഗമിപ്പാനൊരുണ്ണിക്കുമില്ലയിച്ചെന്നറിഞ്ഞോരു നേരം ഭുജങ്കേന്ദ്രശായി, കുറഞ്ഞോരു മായാവിമോഹം വരുത്തി ഗമിച്ചാലും എന്ന ഓതിനാൻ ആസ്തയോടെ. ഈ കുട്ടിക്കൊന്നും ഇവിടുന്ന് പോകാൻ ഇഷ്ടമില്ല. കാരണം അവർക്കങ്ങനെ ഒരു സങ്കല്പമേ ഇല്ല. അച്ഛനെന്നോ അമ്മയോ ഉള്ള സങ്കല്പം വേറെ ഇല്ല. ഇവിടെ ഭഗവാൻ മാത്രമാണ് എല്ലാം. അവരിൽ മായ ബാധിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. മായാമോഹം അവരുടെ ഉള്ളിലേക്ക് സംവേശിപ്പിച്ചു ഭഗവാൻ. കാരണം ആ ലീല പൂർണ്ണമാകണ്ടേ, അതിനു വേണ്ടിയിട്ട്. അങ്ങനെ അവരിൽ കുറച്ചൊരു മായാവിമോഹം വരുത്തിയപ്പോൾ അവരെ എടുത്തുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനും അർജുനനുമായിട്ട് തിരിച്ച് ദ്വാരകയിൽ വന്നു. ബ്രാഹ്മണനെ സമർപ്പിച്ചു. ബ്രാഹ്മണൻ്റെ മുമ്പിൽ അത് കുട്ടികളെ കൊടുത്തപ്പോൾ ബ്രാഹ്മണൻ അവരോടൊരു ക്ഷമാപണം ചെയ്തു. എങ്കിലും നിങ്ങളോട് പരുഷ വാക്കുകളൊക്കെ ഞാൻ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ബ്രാഹ്മണൻ അവരോട് ക്ഷമാപണം ചെയ്തു. ശ്രീകൃഷ്ണ ഭഗവാനും അർജുനനും ബ്രാഹ്മണനെ അങ്ങനെ സന്തോഷിപ്പിച്ചു. അപ്പോൾ അർജുനന് ഒരു കാര്യം മനസ്സിലായി. യത്കിഞ്ചിത് പൗരുഷം പുംസാം മേനേ കൃഷ്ണാനുകമ്പിതം. ഇതാണ് നാം ഓരോരുത്തരും അറിയേണ്ടതായ തത്വം. ഒരു തരിമ്പെങ്കിലും നമുക്ക് പൗരുഷമുണ്ടെങ്കിൽ, ചലനശേഷിയുണ്ടെങ്കിൽ, യത്കിഞ്ചിൽ പൗരുഷം പുംസാം മേനേ കൃഷ്ണാനുകമ്പിതം. കൃഷ്ണാനുകമ്പിതം മേനേ. ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ, ആ സർവേശ്വരനായ ഭഗവാന്റെ, വിഷ്ണു ഭഗവാനായാലും ശ്രീകൃഷ്ണനായാലും എല്ലാം സർവേശ്വരനായ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ നമുക്കൊരു ചെറുവിരലെങ്കിലും ചലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. എൻ്റേത് എന്ന ഭാവത്തിൽ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഭഗവാൻ അനുഗ്രഹിച്ചാൽ നമുക്ക് ചലിക്കാം. ഭഗവാൻ അനുഗ്രഹിച്ചില്ലെങ്കിൽ നമുക്ക് ചലിക്കാൻ സാധ്യമല്ല എന്നുള്ള തത്വം അർജുനന് ബോധ്യപ്പെടുത്തി കൊടുത്തു. അപ്പോൾ അർജുനനെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലീല. അർജുനൻ്റെ ഉള്ളിൽ ഞാൻ ഗാണ്ഡീവധാരിയാണ്, ലോകൈക ധനുർധരനാണ്, എന്തും ചെയ്യാൻ കഴിവുള്ളവനാണ് എന്നൊക്കെയുള്ള ഭാവമല്ലേ ആദ്യം പ്രകടിപ്പിച്ചത്. അത് ഭഗവാനോട് നേരിട്ടൊന്ന് സൂചിപ്പിക്കുക പോലും ചെയ്യാതെ അർജുനൻ പ്രതിജ്ഞ ചെയ്തു. അത് ആ അഹങ്കാരത്തെ നശിപ്പിച്ച് അർജുനനെ സംശുദ്ധനാക്കി.
ഉത്തമ ഭക്തനാക്കി തീർത്തു ഭഗവാൻ. അതിനുള്ള ലീലയാണ് സന്താനഗോപാലം എന്ന കഥയിലൂടെ ഭാഗവതത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് അനുസ്മരിക്കുന്നു. ഈ വാക്കുകളെല്ലാം സർവേശ്വരനായ ആദിനാരായണമൂർത്തിയായ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരി ഓം.